ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34. മാനേജ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. Qualified teachers, well-equipped library and labs, smart class, kids section and extracurricular activities. My name is Stephen. I want to be a pilot. I want to be an IAS officer. Hi, my name is Darshana. I want to be a doctor. I want to be a professor. I want to be a chartered accountant. Hi, I want to be a teacher. Pushpagiril Central School, Idaman 34. Managed by Pushpagiril Education and Charitable Trust. Ayushri Ayurveda Hospital and Panchakarma College. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശ്രീല എന്ന് പറയുന്ന ഡോക്ടർ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഈ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബൈയിൽ പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BAS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൗണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൌക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് പത്മനാഭൻ. പ്രധാന വാർത്തകൾ. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ റഫറണ്ടം ചൊവ്വാഴ്ച. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തൊഴിലാളി സംഘടനകൾ. റവന്യൂ ഡിവിഷൻ ഓഫീസ് അനുവദിച്ച സംസ്ഥാന സർക്കാരിനും വനം മന്ത്രിക്കും അഭിവാദ്യം അർപ്പിച്ച LDF നേതൃത്വത്തിൽ പുനലൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. വിവാദ പ്രസംഗം നടത്തിയ മന്ത്രി MM മണി രാജിവെക്കണമെന്ന് മഹിളാസേന പ്രവർത്തകർ പുനലൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. SFCക്ക് റഫറണ്ടം ചൊവ്വാഴ്ച നടക്കും. രാവിലെ 8 മണി മുതലാണ് പോളിംഗ്. വൈകുന്നേരത്തോടെ ഫലപ്രഖ്യാപനവും നടക്കും.
1800 വോട്ടുകളാണ് SFCK റഫറണ്ടത്തിൽ രേഖപ്പെടുത്താനുള്ളത്. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് പോളിംഗ്. ചിതൽവെട്ടി, ഹെഡ് ഓഫീസ്, കുമരംകുടി, അമ്പനാർ, ചെരിപ്പിട്ടകാവ് എന്നിവിടങ്ങളിലായി 5 പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വൈകുന്നേരത്തോടെ തന്നെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും. INTUC ആയിരുന്നു കഴിഞ്ഞ റഫറണ്ടത്തിൽ ഒന്നാമതെത്തിയത്. എന്നാൽ ഇത്തവണത്തെ റഫറണ്ടം ഏറെ നിർണായകമാണ്. എല്ലാ യൂണിയനുകളും ശുഭപ്രതീക്ഷയിലും. ലൈവ് വാർത്ത, പുനലൂർ. SFCK റഫറണ്ടത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തൊഴിലാളി സംഘടനകൾ. പുതുതായി എത്തിയ 2 യൂണിയനുകൾ കൂടി ഉൾപ്പെടെ 7 യൂണിയനാണ് റഫറണ്ടത്തിലുള്ളത്. സംസ്ഥാനത്തെ തന്നെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ SFCKയിലെ റഫറണ്ടം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. പ്ലാന്റേഷൻ മേഖലയിലെ തൊഴിൽ സ്തംഭനവും തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണവും ഉൾപ്പെടെയുള്ളവ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ സംഘടനകൾ തൊഴിലാളികളെ ഒപ്പം നിർത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ റഫറണ്ടത്തിൽ വിജയിച്ചവരുടെ പോരായ്മകൾ ഉയർത്തിക്കാട്ടിയാണ് മറുവിഭാഗം വോട്ട് തേടുന്നത്. CITU, AITUC, INTUC, KTUCB, KTUCM, BMS തുടങ്ങിയ തൊഴിലാളി സംഘടനകളാണ് മത്സരരംഗത്തുള്ളത്. ഇവർക്കു പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മത്സരരംഗത്തുണ്ട്. കഴിഞ്ഞ റഫറണ്ടത്തിൽ ഭാരതീപുരം ശശിയുടെയും CR നജീബിന്റെയും നേതൃത്വത്തിൽ 2 തട്ടിൽ മത്സരിച്ച INTUC ഇത്തവണ ഒറ്റക്കെട്ടായാണ് മത്സരിക്കുന്നത്. പത്തനാപുരം MLA KB ഗണേഷ് കുമാർ പ്രസിഡന്റായുള്ള കേരള പ്ലാന്റേഷൻ ആൻഡ് ഫാമിംഗ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ KTUCB മത്സരരംഗത്തെത്തിയതും BMS കന്നി അംഗത്തിനിറങ്ങുന്നതുമാണ് ഇത്തവണത്തെ റഫറണ്ടത്തിലെ പ്രത്യേകതകൾ. കോൺഗ്രസ് നേതാവ് AR ബഷീർ സ്വതന്ത്രനായി മത്സരരംഗത്തുണ്ട്. ഡിപ്പൻഡ് തൊഴിലാളികളും കാഷ്വൽ തൊഴിലാളികളും ആർക്കൊപ്പം നിൽക്കുന്നു എന്നതാണ് നിർണായകം. ഈ നിർണായക വോട്ടുകളാകും വിജയം നിശ്ചയിക്കുന്നതും. ജീവനക്കാർക്ക് ഇവിടെ നിന്ന് ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും എല്ലാവരും ജയിച്ചു പോയിട്ട് തൊഴിലാളിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പിന്നെ ഇനി പരീക്ഷണം അർത്ഥമായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് BMSഉം ഒന്ന് KB ഗണേഷ് കുമാറും. ഇതാണ് പല ഭാഗത്തുള്ള തൊഴിലാളികളും ആഗ്രഹിക്കുന്ന. അവര് ഇനി എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ഒരു പ്രതീക്ഷകളൊക്കെ ആൾക്കാർക്കുണ്ട്, തൊഴിലാളികളുണ്ട്. ലൈവ് വാർത്ത, പുനലൂർ. ദുരിതം മാത്രം രുചിച്ച അച്ചൻകോവിൽ ആദിവാസികൾ. കടുത്ത വരൾച്ചയിലും കുടിവെള്ളവും കിട്ടാക്കനിയായിരിക്കുകയാണ് ഇവർക്ക്. ലൈവ് വാർത്ത എക്സ്ക്ലൂസീവ്. വനം വകുപ്പിന്റെ കോന്നി ഡിവിഷനിൽപ്പെട്ട മണ്ണാറപ്പൊയ്ക റേഞ്ചിലെ ആവണിപ്പാറ ഗിരിവർഗ കോളനിയാണിത്. പൊട്ടിപ്പൊളിഞ്ഞ അച്ചൻകോവിൽ പാതയിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ച് അച്ചൻകോവിലാർ മുറിച്ചു കടന്നാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അച്ചൻകോവിലാർ വറ്റിവരണ്ട് കിടക്കുന്നതിനാൽ ഇവിടെ എത്താൻ ഇപ്പോൾ എളുപ്പം. എന്നാൽ മഴക്കാലമായാൽ കോളനിയിലെത്താൻ ഏറെ പ്രയാസപ്പെടേണ്ടി വരും. പാലമെന്നത് ഇവർ കേട്ടുമടുത്ത അധികാരികളുടെ വാഗ്ദാനം മാത്രം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടുവെന്ന കാരണത്താൽ മാത്രം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇവരെ തേടി സ്ഥാനാർത്ഥികൾ പതിവ് തെറ്റാതെ എത്താറുണ്ട്. പാലം, പട്ടയം, റേഷൻ, അത്യാധുനിക ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങൾ, ഇങ്ങനെ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ പലതും നേതാക്കൾ വാരിക്കോരി നൽകും. ജയിച്ചു പോയാൽ പിന്നെ ഇവർ ഇവിടെ എത്തുക അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്ത്. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലും റേഷൻ കാർഡോ ചികിത്സാ കാർഡോ ഒന്നും ഇവർക്കില്ല. പട്ടയമില്ലെങ്കിലും മുളച്ചീളുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ കുടിൽ മാത്രം സ്വന്തം. മഴയും കാറ്റുമൊന്ന് ഇരച്ചെത്തിയാൽ ഈ കുടിലും നിലംപൊത്തും. പണ്ടെങ്ങോ വീട് നിർമ്മിക്കാൻ കെട്ടിയിട്ട തറ മാത്രം ബാക്കി. സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ സർക്കാർ വ്യഗ്രത കാട്ടുമ്പോഴും രേഖകളിൽപ്പെടാത്തതിനാലാവണം വൈദ്യുതിയും ഇവർ കന്യം. വീടില്ലാത്തതിനാൽ വൈദ്യുതി നൽകാനാവില്ലെന്നാണ് അധികാരികളുടെ പക്ഷം. കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ ഇവരുടെ ജീവൻ കാക്കാൻ ആകെയുള്ളത് വീട്ടിലെ വളർത്തുനായ്ക്കൾ മാത്രം. 33 കുടുംബങ്ങളാണ് ഈ കോളനിയിലുള്ളത്. കാടും മേടും പിന്നിട്ട് തങ്ങൾക്കരികിലേക്കെത്തിയ ലൈവ് വാർത്താ സംഘത്തോട് ഇവർക്ക് പറഞ്ഞിട്ടും തീരാത്ത പരിവേദനങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദ്യമൊക്കെ പഞ്ചായത്തിൽ നിന്നൊക്കെ പറഞ്ഞായിരുന്നു ഈ വർഷം തന്നെ ഞങ്ങൾ 2 വീടും ഒന്നിച്ച് തരാമെന്ന് പറഞ്ഞു. വർഷങ്ങളായിട്ട് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. നമുക്ക് ഇതുവരെ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ പറയുന്നത് അത് തന്നെ, ഞങ്ങളുടെ വിശ്വാസം അത് തന്നെ. നമ്മളെ പറഞ്ഞ് കളിപ്പിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. അതുവരെ തന്നെ ഇവിടുത്തെ സോളാറുകൾ ഞങ്ങളെവിടാത്തവർക്ക് എല്ലാം ഈ സോളാർ ലൈറ്റ് കൊടുക്കണം. ഞങ്ങൾക്ക് ഇതുവരെ അത് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് കറണ്ട് ഒന്നുമില്ല. അതെന്തായിരിക്കും കാര്യം? ഞങ്ങളെ മാത്രം ഒഴിവാക്കാൻ വീടില്ലാത്തോണ്ടാണ് അവർ പറയുന്നത്. വീട് തീരാതെ നമ്മളത് ലൈറ്റ് ഒന്നും തരാനൊക്കത്തില്ല, ഇതുപോലുള്ള സെറ്റിനകത്ത് ലൈറ്റ് വെക്കാനൊക്കത്തില്ല, ഫിറ്റ് ചെയ്യാനൊക്കത്തില്ലെന്നാണ് അവർ പറയുന്നത്. കേരള സർക്കാരുകൾ ഓരോ വർഷവും ആദിവാസികൾക്കായി കോടികൾ ചെലവഴിച്ചതിന്റെ കണക്കുകൾ നിരത്താറുണ്ട്. എന്നാൽ എന്തുകൊണ്ട് തങ്ങളെ മാത്രം ഇതിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല എന്നതാണ് ഇവരുടെ ചോദ്യം. ഭരണകൂടങ്ങളുടെ രേഖകളിലൊന്നും ഇടം പിടിക്കാതെ ഒരു കൂട്ടം മനുഷ്യജന്മങ്ങൾ ഈ കാട്ടിൽ ജീവിക്കുന്നുണ്ട്. സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ ഇവർക്കും വേണം. അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികാരിവർഗം തയ്യാറാവുകയും വേണം. ക്യാമറമാൻ അരുണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, ലൈവ് വാർത്ത.
റവന്യൂ ഡിവിഷണൽ ഓഫീസ് പുനലൂരിൽ അനുവദിച്ച സംസ്ഥാന സർക്കാരിനും വനം മന്ത്രി അഡ്വക്കേറ്റ് കെ രാജുവിനും അഭിവാദ്യം അർപ്പിച്ച് LDF നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു. 100 കണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു. CPI ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ LDF നേതാക്കളായ C. അജയ് പ്രസാദ്, ടൈറ്റസ് സെബാസ്റ്റ്യൻ, ജോബോയ് പെരേര, അഡ്വക്കേറ്റ് KK സുരേന്ദ്രൻ, K. ധർമ്മരാജൻ, സന്തോഷ് കുമാർ, ചാലിയക്കര രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. 100 കണക്കിന് പ്രവർത്തകരാണ് പ്രകടനത്തിൽ പങ്കെടുത്തത്. RDO ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി കൊല്ലം വരെ യാത്ര ചെയ്തു പോകുന്ന അനുഭവങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊന്നും മാറ്റുന്നതിന് വേണ്ടി പുനലൂരിൽ കേന്ദ്രീകരിച്ച് RDO ഓഫീസ് വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് ഈ പുനലൂരിലെയും ചുറ്റുപാടുമുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രദേശത്തെ ജനങ്ങളെല്ലാം ആകാംക്ഷഭരിതരായി നിന്നുകൊണ്ടാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. നിരവധി വർഷത്തെ അവരുടെ ആവശ്യങ്ങൾ ഉയർത്തിയതിന്റെ നിരവധി വർഷത്തെ പഴക്കമുണ്ട് ആവശ്യത്തിന്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തും മാറി മാറി വന്ന എല്ലാ ഗവൺമെന്റുകളുടെ കാലത്തും ഇവിടെ RDO ഓഫീസ് അനുവദിക്കണമെന്നുള്ള ആവശ്യം ഒരു മറയുമില്ലാതെ തന്നെ എല്ലാ ജനങ്ങളും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ തീരുമാനമനുസരിച്ച് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് കെ രാജുവിന്റെ ശ്രമഫലമായി പുനലൂരിൽ തന്നെ ഈ സ്ഥാപനം സ്ഥാപിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ എടുത്ത തീരുമാനത്തിന് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രകടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിവാദ പ്രസംഗം നടത്തിയ മന്ത്രി MM മണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BDJS മഹിളാ വിഭാഗമായ മഹിളാ സേനയുടെ നേതൃത്വത്തിൽ പുനലൂരിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. മഹിളാ സേന കൊല്ലം ജില്ലാ പ്രസിഡന്റ് ജയശ്രീ തിലകൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലൊരു മന്ത്രിയെ നമ്മുടെ രാജ്യത്തിന് നിലനിന്നാൽ തന്നെയും വരും കാലങ്ങളിൽ വനിതകൾക്ക് പോലും ഒരു അധിക്ഷേപമായി തീരും. പുരുഷന്മാരെ ഒഴികെന്നല്ല, സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വരുന്ന ഏത് ഭരണത്തിൽ വരുന്ന ഭരണകക്ഷികൾക്കായാലും ഇത്തരത്തിലൊരു മന്ത്രി ഈ ഭൂമിയിൽ ഈ കേരള സംസ്ഥാനത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അധിക്ഷേപകരമായ തരത്തിലാണ് മന്ത്രി സ്ത്രീകളെ അഭിസംബോധന സംസാരിക്കുന്നത്. ഈ മന്ത്രി നിലനിൽക്കുന്ന ഈ കേരള സംസ്ഥാന സർക്കാരുകൾ ആ മന്ത്രിയെ രാജിവെച്ച് പുറത്തു വിടണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സായാഹ്ന ധർണ്ണ ഇവിടെ സംഘടിപ്പിച്ചത്. TB ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു. ആർച്ചൽ രവികുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മഹിളാ സേന പുനലൂർ മണ്ഡലം പ്രസിഡന്റ് ഗിരിജ തമ്പി സ്വാഗതം പറഞ്ഞു. BDJS നിയോജക മണ്ഡലം പ്രസിഡന്റ് ഏരൂർ സുനിൽ, നേതാക്കളായ അടുക്കളമൂല ശശിധരൻ, ഇടമൺ അജീഷ്, ഷീജ രംഗനാഥൻ, പ്രിൻസ് കോക്കാട്, അലിമുക്ക് രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475233515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ.
എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ് MLA റോഡ് പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ് MLA റോഡ് പുനലൂർ. ഫോൺ 0475 222 1205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ് പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ് പുനലൂർ. പുനലൂരിൽ വ്യവസായ പാർക്ക് യാഥാർത്ഥ്യമായില്ല. വ്യവസായ പാർക്ക് തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. കിഴക്കൻ മേഖലയുടെ വ്യവസായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ വ്യവസായ പാർക്ക് സംരംഭകർക്കായി തുറന്നു കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ പണികൾ പൂർത്തിയായിട്ടും ബന്ധപ്പെട്ടവർ മൗനം പാലിക്കുകയാണ്. വ്യവസായ വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വ്യവസായ സംരംഭകർക്കായി ഇവിടെ ഒരുക്കി കഴിഞ്ഞു. സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിയുടെ നിർമ്മാണവും പൂർത്തിയായി. കോടികളാണ് ഇതിനായി വ്യവസായ വകുപ്പ് ചെലവിട്ടത്. വ്യവസായ സംരംഭകരെ ക്ഷണിച്ചുകൊണ്ട് നേരത്തെ തന്നെ പത്രപരസ്യങ്ങളും ചെയ്തിരുന്നു. ജനറൽ വിഭാഗത്തിലെ വ്യവസായങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. പുതിയ സർക്കാർ അധികാരത്തിൽ എത്തിയതോടെ വ്യവസായ പാർക്ക് തുറന്നു കൊടുക്കുമെന്നായിരുന്നു കിഴക്കൻ മേഖലയുടെ പ്രതീക്ഷ. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാർ നടപടിയെടുക്കാത്തതാണ് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂരിൽ നടപ്പാതകളില്ലാത്തത് അപകടം വർദ്ധിപ്പിക്കുന്നു. നടപ്പാതകൾ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പുനലൂർ നഗരത്തിൽ ഒരിടത്തും നടപ്പാതകളില്ല. കാൽനടയാത്ര ഇതുമൂലം ദുഷ്കരമായിരിക്കുകയാണ്. വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് കടന്നുപോകുമ്പോൾ യാത്രക്കാർക്ക് ഒഴിഞ്ഞു മാറാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. സ്കൂൾ കുട്ടികളടക്കം മിക്കപ്പോഴും അപകടത്തിൽപ്പെടാറുണ്ട്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, താലൂക്ക് ആശുപത്രി ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് അപകടങ്ങൾ കൂടുതലും നടക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 60ഓളം അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അപകടങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാൽനടയാത്രക്കാരെ വാഹനങ്ങൾ ഇടിച്ചിടുന്നതും പതിവ് സംഭവമാണ്. തിരക്കേറിയ സമയങ്ങളിൽ അപകട നിരക്ക് വർദ്ധിക്കുകയാണ്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും പോലീസ് സാന്നിധ്യം ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. അപകടങ്ങൾ നിയന്ത്രിക്കാൻ ബന്ധപ്പെട്ടവർ ആകെ ചെയ്തത് റോഡിൽ സീബ്ര ലൈനുകൾ വരച്ചതു മാത്രമാണ്. ലൈവ് വാർത്ത, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ റഫറണ്ടം ചൊവ്വാഴ്ച. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തൊഴിലാളി സംഘടനകൾ. റവന്യൂ ഡിവിഷൻ ഓഫീസ് അനുവദിച്ച സംസ്ഥാന സർക്കാരിനും വനം മന്ത്രിക്കും അഭിവാദ്യം അർപ്പിച്ച LDF നേതൃത്വത്തിൽ പുനലൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. വിവാദ പ്രസംഗം നടത്തിയ മന്ത്രി MM മണി രാജിവെക്കണമെന്ന് മഹിളാസേന പ്രവർത്തകർ പുനലൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ livevarta.com സന്ദർശിക്കുക. നമസ്കാരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. എലഗന്റ് റെസ്റ്റോറന്റ്, സാറ കോംപ്ലക്സ്, നിയർ യൂണിയൻ ബാങ്ക്, TB ജംഗ്ഷൻ, KP റോഡ്, പുനലൂർ. ചരിത്രം വിളിച്ചോതുന്ന തൂക്കുപാലത്തിന്റെ മണ്ണിൽ പുതുമയിലും വൃത്തിയിലും സംസ്കാരത്തിലും പുതിയൊരു രുചിക്കൂട്ടം. ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ: AC, നോൺ AC ഡൈനിങ്, കിഡ്സ് പ്ലേ ഏരിയ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം,
അതിവിശാലമായ ഞങ്ങളുടെ വിഭവശ്രേണിയിൽ ഞങ്ങളുടെ മാത്രം രുചിക്കൂട്ടിൽ തയ്യാർ ചെയ്ത ദം ബിരിയാണി, കലം ബിരിയാണി, വിവിധതരം മത്സ്യ വിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ, ഡെസേർട്ടുകൾ, ഫ്രഷ് ജ്യൂസുകൾ, ഷേക്കുകൾ മുതലായവ ഞങ്ങൾ പുതുമയിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇനാഗുറൽ ഓഫർ ഫോർ ആൾ അറേബ്യൻ ഫുഡ്, സ്പെഷ്യൽ പാക്കേജ് ഫോർ ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ, ഫാമിലി മീറ്റിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, ആൾ അതർ ഫംഗ്ഷൻ. പുനലൂരിന്റെ ചരിത്രത്തിലാദ്യമായി ഹോം ഡെലിവറി സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിളിക്കുക 0475229077. എലഗന്റ് റെസ്റ്റോറന്റ്, സാറ കോംപ്ലക്സ് നിയർ യൂണിയൻ ബാങ്ക്, TB ജംഗ്ഷൻ, KP റോഡ്, പുനലൂർ. എലഗന്റ് റെസ്റ്റോറന്റ്, ഗെറ്റ് മോർ ഓഫ് വാട്ട് യു റിയലി വാണ്ട്. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475235268. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, റെഡ് ക്രോസ്, ഡാൻസ്, കരാട്ടെ, കൌൺസിലിംഗ് ക്ലാസ്, നേതൃപരിശീലന ക്യാമ്പുകൾ, മുതിർന്ന പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി മാതൃസമിതി, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി റെമഡിയൽ ക്ലാസ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതകളാകുന്നു. കൃഷി വികസന പദ്ധതികൾ, ചെസ്, ക്യാരംസ്, റോളർ സ്കേറ്റിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിം ഫെസിലിറ്റീസ്, ലാബ്, ലൈബ്രറി ഫെസിലിറ്റീസ്, ബസ് ഫെസിലിറ്റീസ് എന്നിവ ലഭ്യമാണ്. അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. ഫാത്തിമ പബ്ലിക് സ്കൂൾ, പുനലൂർ.